അബിയു സീസൺ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ ടുവേഡ്സ് ദി എൻഡായി, ആ ഒരു സീസണിൻ്റെ എൻഡിലേക്കായി. എങ്കിലും കുറച്ച് അബിയൊക്കെ ഞങ്ങളുടെ അബിയു മരത്തിലുണ്ട്. അതൊന്ന് നമുക്ക് കാണാം, എന്നിട്ട് ടേസ്റ്റ് റിവ്യൂവും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ അബിയു മരം. ഇതിൽ ഫ്രൂട്ട് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും, കാണിച്ചു തരാം. എൻ്റെ ഫ്രൂട്ടിംഗ് സീസൺ ആയതുകൊണ്ടാണ് ഫ്രൂട്ട് അവിടെയും ഇവിടെയൊക്കെ ഉള്ളൂ. പുതിയതുണ്ടായി വരുന്നുണ്ട്, അതുകൊണ്ട് ആബ്സല്യൂട്ട് എൻ്റെ ഫ്രൂട്ടിംഗ് സീസൺ എന്ന് പറയാനും പറ്റില്ല. ഫ്രൂട്ട് ഒന്ന് മഞ്ഞ കളർ ആയാലുടൻ പക്ഷികൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നെറ്റൊക്കെ ഇട്ടാലേ ഫ്രൂട്ട് കിട്ടുമെന്ന അവസ്ഥയാണ്. ഇതിന് സപ്പോർട്ടയുടെ പോലെ കറയൊക്കെ ഉണ്ടെങ്കിലും പക്ഷികൾക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം പക്ഷികളുടെ ശല്യം ഇത്രയും ഇല്ലായിരുന്നു. ഈ വർഷം നന്നായി കൂടി. അബിയുവിൻ്റെ ഉൾഭാഗം ഇതാ ഇങ്ങനെ ഇരിക്കും. സോഫ്റ്റ്, വാട്ടറി ആൻഡ് ജെല്ലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ടേസ്റ്റ് ചെയ്ത് ബാക്കി പറയാം. അബിയുവിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ്, നല്ല മധുരമുണ്ട്. പിന്നെ ശരിക്കും ഒരു ജെല്ലി ടൈപ്പാണ്. അത് വായിലിടുമ്പോഴേ ആ ഒരു ജെല്ലി ഫീൽ കിട്ടുന്നുണ്ട്. കഴിക്കാൻ നല്ല രസമാണ്. ചെറിയൊരു ക്യാരമൽ ഫ്ലേവറും അതുപോലെ തന്നെ കരിക്കിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെയുള്ള, എന്നാൽ ഭയങ്കര യൂണീക്കായിട്ട് അബിയു ഫ്ലേവറുള്ള ഒരു അടിപൊളി ഫ്രൂട്ട് തന്നെയാണ് അബിയു. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഒന്നോ രണ്ടോ അബിയു മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ മാർക്കറ്റിലൊന്നും അബിയു അങ്ങനെ വിൽക്കുന്നത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം, അബിയുവിന് അധികം ഷെൽഫ് ലൈഫ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞാൽ മാക്സിമം 4, 5, 6 അത്രയും ദിവസമൊക്കെ ആ ഫ്രൂട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ചെറുതായിട്ടിങ്ങനെ ഡാർക്കാകാൻ തുടങ്ങും. അതായിരിക്കാം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിലൊന്നും അബിയു ഇപ്പോഴും കാണാത്തത്.